വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കാസർഗോഡ് നാലത്തടുക്കയിൽ ആത്മഹത്യ ചെയ്ത ജസീലയ്ക്കെതിരെ വ്യാജമോഷണ കേസ് പരാതി നൽകിയ അയൽവാസി അറസ്റ്റിലായിരിക്കുന്നു. പോവൽ സ്വദേശി ഐഷയാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്നുള്ള അപമാനത്താലാണ് ജസീല ജീവനൊടുക്കിയത്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, നമ്മൾ ജസീലയുടെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അവസാനം മരിക്കുന്നതിന് മുൻപുള്ള സന്ദേശമൊക്കെ കണ്ടതാണ്. അതിൽ കൃത്യമായി തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്, അയൽവാസിയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അയൽവാസിയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനീത സൂചിപ്പിച്ച പോലെ തന്നെ 2 ആഴ്ച മുമ്പാണ് കാസർഗോഡ് നാലത്തടുക്ക സ്വദേശിയായിട്ടുള്ള ജസീല വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ആത്മഹത്യക്ക് കാരണമായത് ഇത്തരത്തിൽ ജസീലക്കെതിരെ ഈ അയൽവാസി നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ജസീലയുടെ അയൽവാസിയായിട്ടുള്ള ആയിഷ എന്ന സ്ത്രീ ഒരു വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച് ഒരു പരാതി നൽകിയിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയത് അതിൽ ജസീലയെ സംശയമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പരാതി നൽകിയത്. പരാതി നൽകുക മാത്രമല്ല, ജസീലയുടെ വീട്ടിലെത്തി വലിയ പ്രശ്നമുണ്ടാക്കുകയും നാട്ടിലാകെ അത് പറഞ്ഞു നടക്കുകയും ചെയ്തു എന്നുൾപ്പെടെ പോലീസിന്റെ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിനീത സൂചിപ്പിച്ചതുപോലെ ജസീല മരണത്തിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോയിലും അതോടൊപ്പം സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയായിരുന്നു. പക്ഷേ ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ജസീലയുടെ കുടുംബം ചില ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് പ്രതിഷേധത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വ്യാജ പരാതി നൽകിയിട്ടുള്ള ജസീലയുടെ അയൽവാസി കൂടിയായിട്ടുള്ള ആയിഷ, പോവൽ സ്വദേശി ആയിഷയെ നിലവിൽ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ആയിഷയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആയിഷ മാത്രമല്ല, ജസീലയുടെ ഈ വീഡിയോയിലും ശബ്ദ സന്ദേശത്തിലും പറയുന്നത് ഇവർ ഇത്തരത്തിൽ വ്യാജ പരാതി നൽകി തൻ്റെ ഭർത്താവും തന്നെ താനാണ് ഈ സ്വർണ്ണമാല മോഷ്ടിച്ചതെന്ന രീതിയിൽ കുറ്റപ്പെടുത്തി അതും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പരാതിയെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ആദൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് 3 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെയും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരം തെളിവുകളുമുണ്ട്. എന്തായാലും അതിലേക്ക് കൂടി അന്വേഷണം പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ശരി, കൂടുതൽ അപ്ഡേറ്റുകളായി വീണ്ടും എത്തുക. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും നാലത്തടുക്കയിലെ ജസീലയുടെ ആത്മഹത്യ അത് ഞെട്ടിച്ചത് തന്നെയാണ്. വ്യാജ മോഷണ കേസ് ആണ് അവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഏതായാലും അയൽവാസി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തുടരന്വേഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐഷ എന്ന അയൽവാസിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നമുക്ക് മലപ്പുറത്തേക്ക്